ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ ഡിസ്കസ് ചെയ്തായിരുന്നു? ഇനാക്ട്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇന്ത്യൻ പൊളിറ്റിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എം ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഇത് ഫോളോ ചെയ്ത് വരാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി സെക്ഷൻ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി? 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വരുന്നു എന്നതുവരെ പറഞ്ഞു നിർത്തി അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ആ ഒരു ഭരണഘടനയുടെ നിർവഹണം എങ്ങനെ ആയിരുന്നു എന്നതാണ്. ഓക്കെ, സോ അങ്ങനെ BR അംബേദ്കർ ഒക്കെ ആ ഒരു ലോ മിനിസ്റ്ററൊക്കെ ആയിട്ട് നിർത്തി അവിടം വരെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, സോ ഈ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനയുടെ നിർവഹണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നവംബർ 26, 1949 തന്നെ ചില ആ ഒരു ഭരണഘടനയിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് സം പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർട്ടൈനിങ് ദ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ളതും ഇലക്ഷൻസിനെ കുറിച്ചുള്ളതും പ്രൊവിഷണൽ പാർലമെൻറ്റ്, ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ പ്രൊവിഷൻ, ഷോർട്ട് ടൈറ്റിൽസ് കണ്ടെയ്ൻഡ് ഇൻ ദ ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിൾസിലൊക്കെ ഉണ്ടായിരുന്ന ചില ഷോർട്ട് ടൈറ്റിൽസുകളൊക്കെ തന്നെ നവംബർ 26, 1949 തന്നെ നിലവിൽ വരുന്നു. ഓക്കെ, ആ കുറച്ച് വ്യവസ്ഥകളൊക്കെ തന്നെ അതിനകത്ത് നിലവിൽ വന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് റിമൈനിങ് പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മേജർ പാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ് നിലവിൽ വരുന്നത്? 1950 ജനുവരി 26 നിലവിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ഡേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞത് എവിടെ തൊട്ടാണ്? ഡേറ്റ് ഓഫ് ഇറ്റ്സ് കമൻസ്മെൻറ്റ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു കമൻസ്മെൻറ്റ് എവിടെ തൊട്ടാണ്? ജാനുവരി 26, 1950 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് സെലിബ്രേറ്റഡ് ആസ് ദ റിപ്പബ്ലിക് ഡേ. ഇനി എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് ജാനുവരി 26 ഈ ഒരു റിപ്പബ്ലിക് ഡേ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ഒരു ഡൗട്ട് വരും. അതിന് ഒരു പ്രധാന കാരണമുണ്ട്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടിട്ടാണ് അത് ആ ഒരു ജാനുവരി 26 എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അതുപോലെ തന്നെ എന്താണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, January 26 was specifically chosen as the date of commencement of the constitution because of its historical importance. എന്താണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്? 1930 ജാനുവരി 26 പൂർണ്ണ സ്വരാജ് ഡേ ആചരിച്ചത്. എന്താണ്? ലാഹോർ സെക്ഷൻ എന്നാണ് നടന്നത് ഡിസംബർ 1929. ലാഹോർ സെക്ഷന് ശേഷം അതിൻ്റെ ഒരു റെസൊല്യൂഷൻ്റെ ഫലമായിട്ട് പൂർണ്ണ സ്വരാജ് ഡേ ആചരിച്ച എന്നാണ്? 1930 ജാനുവരി 26 ഓക്കെ, അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ജാനുവരി 26 എന്തായിട്ട് എടുക്കുന്നത്? 1950 ജാനുവരി 26 എന്ത് ചെയ്യുന്നത്? റിപ്പബ്ലിക് ഡേ ആയിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇനി എന്താണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത്? അറിഞ്ഞൂടാത്തവർക്കായിട്ട് കേട്ടോളാം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു 1929, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1929 ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ VAക്ക് ഒരു ചോദ്യം 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ന്. ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരം എന്തായിരുന്നു? ലാഹോറിൽ 1929 നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് പാസ്സാക്കിയ പ്രമേയം അറിയപ്പെടുന്നത് എന്ത് പ്രമേയം എന്നാണ്? പൂർണ്ണ സ്വരാജ് പ്രമേയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ ഒരു ലാഹോറിൽ രവി നദിയുടെ തീരത്ത് വെച്ച് ത്രിവർണ്ണ പതാക ഉയർത്തിയതും ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അതും ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണാർത്ഥം ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ്? 1929 ഡിസംബർ 31 കേട്ടോ. ഡിസംബർ 31 അർദ്ധരാത്രിയിലാണ് അങ്ങനെ ഒരു ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്. ആരാണ് ഉയർത്തിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാണ്? 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചത്. ഓക്കെ, ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ഇപ്പം കാര്യം മനസ്സിലായല്ലോ? ഓക്കെ,
ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? വിത്ത് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റും അതുപോലെ തന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും എന്ത് ചെയ്യുന്നു? എല്ലാം അതിൻ്റെ ആ ഒരു എല്ലാ നിയമനിർമ്മാണങ്ങളിലും അവസാനത്തെ നിയമം ഭേദഗതി ചെയ്യുകയും അനുബന്ധമായിട്ട് നൽകിയത് എല്ലാം റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രിവി കൗൺസിൽ ജുറിസ്ഡിക്ഷൻ ആക്ട് 1949 ആ ഒരു ആക്ട് മാത്രം കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതെന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ കാര്യം മനസ്സിലായോ? എങ്ങനെയാണ് ഭരണഘടനയുടെ നിർവഹണം തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പോകുന്നത് എക്സ്പേർട്ട് കമ്മിറ്റി ഓഫ് ദ കോൺഗ്രസ്. ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഓക്കെ, എക്സ്പേർട്ട് കമ്മിറ്റി വേറൊരു കമ്മിറ്റി അല്ല, പല പല കമ്മിറ്റീസ് ഉണ്ട്. ഇതെന്താണ്? എക്സ്പേർട്ട് കമ്മിറ്റിയാണ്. അതായത് ഇലക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജൂലൈ 8, ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക, ജൂലൈ 8, 1946 കോൺഗ്രസ് പാർട്ടി, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ എന്ത് ചെയ്യുന്നു? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ ചുമതലപ്പെടുത്തുന്നു അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് 8 പേരുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ആരൊക്കെയാണ്? ചെയർമാൻ ആയിരുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ വ്യക്തിയാണ് ആസിഫ് അലി അല്ല, അസഫ് അലി. ഓക്കെ, KM മുൻഷി ഉണ്ടായിരുന്നു, N ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, KT ഷാ, DR ഗാഡ്ഗിൽ, ഹുമയൂൺ കബീർ, K സന്താനം. ഇത്രയും പേരുണ്ടായിരുന്നു ആ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയിലൊക്കെ. ഓക്കെ, ഇത്രയും പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ ഈ ഒരു ജവഹർലാൽ നെഹ്റു ചെയർമാൻ, നമ്മുടെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ത് ചെയ്യുന്നു? കൃഷ്ണ കൃപലാനി, അതായത് K കൃപലാനിനെ എന്ത് ചെയ്യുന്നു? ഓപ്റ്റഡ് ആസ് ദ മെമ്പർ ആൻഡ് ദ കൺവീനർ ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റിയുടെ മെമ്പറും കൺവീനറായിട്ട് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങൾ ഇതാണ്. എന്താണ്? ഈ കമ്മിറ്റി 2 സിറ്റിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സിറ്റിങ്സ് നടത്തിയത് ന്യൂഡൽഹിയിലും രണ്ടാമത്തെ സിറ്റിങ്സ് നടത്തിയത് ബോംബെയിലുമാണ്. ഓക്കെ, ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഓർത്തിരിക്കുക. ആദ്യത്തെ സിറ്റിംഗ് നടന്ന ഡേറ്റ് എന്താണ്? ന്യൂഡൽഹിയിൽ നടന്നത് ജൂലൈ 20 മുതൽ 22 വരെയാണ്. 1946 ആണ് 2 നടക്കുന്നത്. ഓക്കെ, ജൂലൈ 20 മുതൽ 22 വരെയാണ് ആദ്യത്തെ സെക്ഷൻ നടക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ നടക്കുന്നത് ആദ്യത്തെ ജൂലൈ ആണെങ്കിൽ രണ്ടാമത്തെ എന്താണ്? ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് 15 ഓർത്ത് വെച്ചിരിക്കുക. ഓഗസ്റ്റ് 15 മുതൽ 17 വരെയാണ് നടക്കുന്നത്. അത് 1946. ഓക്കെ, എക്സ്പേർട്ട് കമ്മിറ്റിയുടെ 2 സിറ്റിങ്സ് നടന്നു. ഒന്ന് ന്യൂഡൽഹിയിൽ, ആദ്യത്തേത് ന്യൂഡൽഹിയിലും രണ്ടാമത്തേത് ബോംബെയിലും. ആദ്യത്തേത് നടക്കുന്നത് ജൂലൈ 20 മുതൽ 22 വരെയും രണ്ടാമത് നടക്കുന്നത് ഓഗസ്റ്റ് 15 മുതൽ 17 വരെയാണ്. 1946 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ apart from a number of notes prepared by its members, the committee discussed the procedure to be adopted by the Constituent Assembly. എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നായിരുന്നു ആ ഒരു മീറ്റിങ്ങിലൊക്കെ അവർ ഡിസ്കസ് ചെയ്തിരുന്നത്, ആ ഒരു കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഓരോ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദ അപ്പോയിൻമെൻറ്റ്സ് ഓഫ് വേരിയസ് കമ്മിറ്റീസ് ആൻഡ് ദ ഡ്രാഫ്റ്റ് ഓഫ് എ റെസൊല്യൂഷൻ ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മൂവ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് സെക്ഷൻ. എന്താണ്? ആദ്യത്തെ സെക്ഷനിൽ തന്നെ എന്താണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ്, എങ്ങനെയൊക്കെ കമ്മിറ്റീസിൽ എങ്ങനെയൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്തണം, ഡ്രാഫ്റ്റുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ ഒരു കമ്മിറ്റിയുടെ റോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെയാണ്. ബ്രിട്ടീഷ് എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ റോൾ പ്ലേഡ് ബൈ ദ കമ്മിറ്റി ഇൻ ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗ്രാൻവിൽ ഓസ്റ്റിൻ ഒരു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടാണ്. ആര്? ഗ്രാൻവിൽ ഓസ്റ്റിൻ. ഓക്കെ, ഈ ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ത് പറയുന്നു? ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ കോൺഗ്രസ് കമ്മിറ്റി ദാറ്റ് സെറ്റ് ഇന്ത്യ ഓൺ ദ റോഡ് ടു ഹർ പ്രസൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു കോൺഗ്രസ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇന്ത്യയുടെ ആ ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നയിക്കുന്നത്. ഈ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ക്യാബിനറ്റ് മിഷൻ സ്കീം പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് സജഷൻസും ആ ഒരു ഏരിയാസിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും ഈ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെയും സെൻറ്റർ അതുപോലെ തന്നെ ആ ഇഷ്യൂസും എല്ലാം എന്താണ് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് ക്യാബിനറ്റ് മിഷൻ സ്കീമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ ഒരു ഡ്രാഫ്റ്റ് ഒരു റിസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ ഒരു ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. സെയിം ആ ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്ന റിസൊല്യൂഷൻ എന്നൊക്കെ ആര് അഭിപ്രായപ്പെടുന്നു? ഒരു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടായ ഗ്രാൻവിൽ ഓസ്റ്റിൻ അഭിപ്രായപ്പെടുന്നു. വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്തിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കാം. ആരാണ്? ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന പേര് ഓർത്തിരിക്കുക. ഓക്കെ,
അങ്ങനെ അതുപോലെ ഒരുപാട് ക്രിറ്റിസിസംസ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെ പ്രധാന ക്രിറ്റിസിസംസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ ഒരു ക്രിറ്റിക്സ് പറഞ്ഞത് എന്താണ്, ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി അല്ല. ഈ ഓരോ പോയിന്റ്സ് ഓർത്തിരിക്കുക. ചിലപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് ഉള്ള ക്രിറ്റിസിസം എന്തൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കാം. ചിലപ്പോൾ സെൻറ്റൻസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ചോദിക്കാം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ കറക്റ്റ് ഇത് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം ആദ്യമേ ഒരു ക്രിറ്റിക്സ് പറഞ്ഞത് എന്താണ്, ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി അല്ല എന്നാണ്. അതായത് ഇതെന്താണ്, ഇത് ഒരു സാധാരണ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ആ ഒരു പൗരന്മാരുടെ അടിസ്ഥാനത്തിൽ എലക്ഷൻ ചെയ്ത് വന്ന ആ ഒരു കമ്മിറ്റി അല്ല ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് എന്നായിരുന്നു ആദ്യത്തെ ഒരു ക്രിറ്റിസിസം. ഇതെന്താണ്, ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി അല്ല. ദ ക്രിറ്റിക്സ് ഹാവ് ആർഗ്യൂഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ നോട്ട് ഡയറക്ട്ലി elected by the people of India. എന്താണ്, ഈ ഇന്ത്യയിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത മെമ്പേഴ്സ് അല്ല ഇതിനകത്തുള്ളത് എന്നായിരുന്നു ആദ്യത്തെ ഒരു ക്രിറ്റിസിസം. സത്യമല്ലേ? അതെ. രണ്ടാമത്തെന്ന് പറയുന്നത് ഇതൊരു പരമാധികാര ബോഡി അല്ല എന്നാണ്. ഇതൊരു സോവറെയിൻ ബോഡി അല്ല. കാരണം എന്താണ്, ഇത് ആ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പ്രപ്പോസലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ അത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നായിരുന്നു വേറൊരു അഭിപ്രായം. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്ന കണക്കാണ് ഇവർ കേൾക്കുന്നത് എന്നായിരുന്നു അതിൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്താണ്, ഇതൊരു പരമാധികാര ബോഡി അല്ല എന്ന്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ സവറെയിൻ ബോഡി. മൂന്നാമത്തെ കുറച്ച് പേര് പറഞ്ഞത് എന്താണ്, ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. ഒരു കമ്പാരിസൺ നടത്തി. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെറും 4 മാസം കൊണ്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇവർ ഇത്രയും കാലം എടുത്തിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ പറയുന്നു, നസറുദ്ദീൻ അഹമ്മദ്, പേര് ഓർത്ത് വെച്ചിരിക്കുക, നസറുദ്ദീൻ അഹമ്മദ് പറയുന്നു എന്താണ്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയോടുള്ള ആ ഒരു ആദരവില്ലായ്മയുടെ സൂചകമായിട്ട് പറയുന്നു, ഇതൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല, ഇതൊരു ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞത് ആരാണ്, നസറുദ്ദീൻ അഹമ്മദാണ്. അദ്ദേഹം എന്താണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മെമ്പർ തന്നെയാണ്. പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത് ആരാണ്, ഈ നസറുദ്ദീൻ അഹമ്മദാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞത് എന്തായിരുന്നു, അടുത്ത ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലും എന്താണ്, കോൺഗ്രസ്സുകാരാണെന്നാണ് പറഞ്ഞത്. അതായത് ക്രിറ്റിക്സ് എന്ന് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ ഗ്രാൻവിൽ ഓസ്റ്റിൻ, ആ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട് പറഞ്ഞു എന്താണ്, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് എ വൺ പാർട്ടി ബോഡി ഇൻ ആൻ എസെൻഷ്യലി വൺ പാർട്ടി കൺട്രി. ഒരു വൺ പാർട്ടി കൺട്രി ആകുന്നതിന് പകരം ഇതെന്താണ്, ഒരു വൺ പാർട്ടി ബോഡിയാണ് എന്ന് പറഞ്ഞത് ആരാണ്, ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ്. അസംബ്ലി വാസ് ദ കോൺഗ്രസ് ആൻഡ് ദ കോൺഗ്രസ് വാസ് ഇന്ത്യ. ഈ അസംബ്ലി നിറച്ച് എന്താണ്, കോൺഗ്രസ്സുകാരാണ്. ഈ കോൺഗ്രസ്സുകാരാണ് ഇന്ത്യ എന്ന് പറഞ്ഞതാരാണ്, ഗ്രാൻവിൽ ഓസ്റ്റിൻ. ഓക്കെ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പേര് വരികയാണെങ്കിൽ ഈ ഒരു ഗ്രാൻവിൽ ഓസ്റ്റിൻ്റെ പേര് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇയാളാണ് കൂടുതൽ ക്രിട്ടിസിസവും നടത്തിയത്. ഓക്കെ, ലോയർ പൊളിറ്റീഷ്യൻ ഡൊമിനേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇറ്റ് ഈസ് ഓൾസോ മെയിൻറ്റെയിൻ ബൈ ദ ക്രിറ്റിക്സ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഡൊമിനേറ്റഡ് ബൈ ലോയേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻ. എന്താണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കൂടുതലും ഉണ്ടായിരുന്നത് ലോയേഴ്സും പൊളിറ്റീഷ്യൻസും ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ദേ പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെയർ നോട്ട് സഫീഷ്യൻ്റ്ലി റെപ്രസെൻറ്റഡ്. അതായത് എന്താണ്, ഈ പൊളിറ്റീഷ്യൻസും ഈ ഒരു ലോയേഴ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ, സാധാരണ ആൾക്കാരൊന്നും അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൾക്കി ആകാനും കോംപ്ലിക്കേറ്റഡ് ആകാനുമുള്ള കാരണമെന്നായിരുന്നു വേറൊരു ക്രിറ്റിസിസം വന്നത്. ഓക്കെ, അതാണ് ലോവർ പൊളിറ്റീഷ്യൻ ഡൊമിനേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അവസാനത്തെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതിൽ കൂടുതലും ഹിന്ദുസ് ആയിരുന്നു എന്നതായിരുന്നു മറ്റൊരു ക്രിറ്റിസിസം. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഡൊമിനേറ്റഡ് ബോഡിയാണെന്ന് പറഞ്ഞു. അതുപോലെ ലോർഡ് വിസ്കൗണ്ട് സൈമൺ പറഞ്ഞു എന്താണ്, ഇറ്റ്സ് എ ബോഡി ഓഫ് ഹിന്ദുസ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ എ ബോഡി ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞത് ആരാണ്? ലോർഡ് വിസ്കൗണ്ട് സൈമൺ ആണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്, എ ബോഡി ഓഫ് ഹിന്ദുസ്. ഓക്കെ, സിമിലർലി വിൻസ്റ്റൺ ചർച്ചിലും പറയുന്നുണ്ട്, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റെപ്രസെൻറ്റഡ് ഓൺലി വൺ മേജർ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു മേജർ കമ്മ്യൂണിറ്റിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്, വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ
ചാൻസ് ഉള്ള സെൻറ്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഫാക്റ്റ് എന്താണ്? എലിഫൻറ്റ് വാസ് അഡോപ്റ്റഡ് ആസ് ദ സിംബൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സിംബൽ അഥവാ സീൽ ഏതായിരുന്നു? എലിഫൻ്റ് ആയിരുന്നു. ഓക്കെ. രണ്ടാമത്തത്, സർ BN റാവു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ അഥവാ ലീഗൽ അഡ്വൈസർ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? സർ BN റാവു ആയിരുന്നു. MN റോയും BN റാവുവും തമ്മിൽ കൺഫ്യൂസ്ഡ്. MN റോയ് ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഐഡിയ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. BN റാവു ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറാണ്. ഓക്കെ. അടുത്ത HVR അയ്യങ്കാർ ആരാണ്? സെക്രട്ടറി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ ആണ് ആര്? സെക്രട്ടറി. ഓക്കെ. ഇനി അടുത്ത SN മുഖർജി വാസ് ദ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാണ്? SN മുഖർജിയാണ്. പേരുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് എന്താണ്? പ്രേം ബിഹാരി നരൈൻ റൈസാദ വാസ് ദ കാലിഗ്രാഫർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. കാലിഗ്രാഫറാണ്. അതിൻ്റെ ആ ഒരു എഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റൈലിനാണ് കാലിഗ്രാഫി എന്ന് പറയുന്നത്. സോ കാലിഗ്രാഫർ ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഹാൻഡ് റിട്ടൺ ബൈ ഹിം ഇൻ എ ഫ്ലോയിങ് ഇറ്റാലിക് സ്റ്റൈൽ. ഒരു ഫ്ലോയിങ് ഇറ്റാലിക് സ്റ്റൈലിലാണ് ഒറിജിനൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ. ദ ഒറിജിനൽ വെർഷൻ വാസ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ഡെക്കറേറ്റഡ് ബൈ ആർട്ടിസ്റ്റ് ഫ്രം ശാന്തി നികേതൻ. ആ ഒറിജിനൽ വെർഷൻ എന്ത് ചെയ്തിരിക്കുന്നു? ശാന്തി നികേതനിൽ നിന്നുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കൂടുതൽ ഭംഗിയായിട്ട് ആക്കിയിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു ശാന്തി നികേതനിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ? ഇൻക്ലൂഡിങ് നന്ദലാൽ ബോസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിഹാർ രാമോദർ സിൻഹ ഉണ്ടായിരുന്നു. ഓക്കെ. റാം മനോഹർ സിൻഹ ഉണ്ടായിരുന്നു. ഓക്കെ. അടുത്തതാണ് ബിഹാർ രാം മനോഹർ സിൻഹ ഇലൂമിനേറ്റഡ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ഓർണമെൻറ്റഡ് ദ ഒറിജിനൽ പ്രിയാമ്പിൾ കാലിഗ്രാഫ്ഡ് ബൈ പ്രേം ബിഹാരി നരൈൻ റൈസാദ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഹൂ ഇലൂമിനേറ്റഡ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ഓർണമെൻറ്റഡ് ദ ഒറിജിനൽ പ്രിയാമ്പിൾ കാലിഗ്രാഫ്ഡ് ബൈ പ്രേം ബിഹാരി നരൈൻ റൈസാദ എന്ന് ചോദിച്ചാൽ ആരാണ്? ബിഹാർ രാം മനോഹർ സിൻഹയാണ്. ഓക്കെ. അടുത്തതാണ് ദ കാലിഗ്രാഫി ഓഫ് ദ ഹിന്ദി വെർഷൻ ഓഫ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡൺ ബൈ വസന്ത് കൃഷ്ണൻ വൈദ്യ ആൻഡ് എലഗൻലി ഡെക്കറേറ്റഡ് ആൻഡ് ഇലൂമിനേറ്റഡ് ബൈ നന്ദലാൽ ബോസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നല്ലതുപോലെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഹിന്ദി ടെക്സ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സംഭവം? ഹിന്ദി ഭാഷയിലുള്ള ഭരണഘടനയുടെ ആധികാരിക പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന ഒരു വ്യവസ്ഥയും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നീട് 1987 58 ഭേദഗതി പ്രകാരം എന്താണ്? 1987 58 ഭേദഗതി ഭരണഘടനാ ഭേദഗതിയിൽ നിയമം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. ഓക്കെ. അതായത് ഈ ഒരു അമെൻമെൻറ്റ്, ഒരു പുതിയ ഒരു ആർട്ടിക്കിൾ 394A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എവിടെ, അതായത് പാർട്ട് 22ാമത്തെ പാർട്ടിൽ എന്ത് ചെയ്യുന്നു? ഒരു ആർട്ടിക്കിളും കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ദ പ്രസിഡന്റ് ഷോൾ കോസ് ടു ബി പബ്ലിഷ്ഡ് അണ്ടർ ഹിസ് അതോറിറ്റി. ഒരു പ്രസിഡന്റ് തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ പ്രസിദ്ധീകരിക്കാൻ ഇടയാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഹിന്ദി ലാംഗ്വേജിൽ, ഹിന്ദി ഭാഷയിൽ ഭരണഘടനയുടെ വിവർത്തനം, അതായത് ഭാഷയ്ക്ക് അനുസൃതമായിട്ട് കൊണ്ടുവരാൻ ആവശ്യമായ പരിഷ്കരണങ്ങൾ, ഹിന്ദിയിലെ കേന്ദ്ര നിയമങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിച്ച ശൈലിയും പദാവലിയും അതിലുണ്ടാക്കാം. അതുപോലെ അത്തരം പ്രസിദ്ധീകരണത്തിന് മുമ്പ് വരുത്തിയ എല്ലാ ഭരണഘടനാ ഭേദഗതികളും അതിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ആദ്യത്തെ ആ ഒരു കീഴിൽ പ്രസിദ്ധീകരിക്കാനുള്ള ആ ഒരു നിയമം എന്ന് പറയുന്നത്. ഓക്കെ. പ്രസിഡന്റിന് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത് എന്താണ്? ഭരണഘടനയുടെ എല്ലാ ഭേദഗതികളുടെയും ഹിന്ദിയിലുള്ള വിവർത്തനം ഇംഗ്ലീഷിലാണ് എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ 2 വ്യവസ്ഥകൾ ആര് ചെയ്യുന്നതാണ്? പ്രസിഡന്റിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഈ 2 കാര്യങ്ങൾ. ഓക്കെ. രണ്ടാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഭരണഘടനയുടെ വിവർത്തനവും അതിൻ്റെ എല്ലാ ഭേദഗതികളും ഇംഗ്ലീഷിലെ യഥാർത്ഥ ഗ്രന്ഥത്തിൻ്റെ അതേ അർത്ഥത്തിൽ നിർമ്മിക്കപ്പെടണം. ഓക്കെ. മനസ്സിലായല്ലോ? ഒരു ഭരണഘടനയുടെ അതിൻ്റെ വിവർത്തനം, അതിൻ്റെ എല്ലാ ഭേദഗതികളും ഇംഗ്ലീഷിലെ ആ യഥാർത്ഥ ഗ്രന്ഥത്തിൻ്റെ അതേ അർത്ഥത്തിൽ നിർമ്മിക്കപ്പെടണം എന്നായിരുന്നു രണ്ടാമത്തെ വ്യവസ്ഥ.
മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനയുടെ വിവർത്തനവും അതുപോലെ അതിൻ്റെ എല്ലാ ഭേദഗതികളും എല്ലാ ആവശ്യങ്ങൾക്കും ഹിന്ദിയിലുള്ള അതിൻ്റെ ആധികാരിക പാഠമായി കണക്കാക്കും എന്നായിരുന്നു മൂന്നാമത്തെ വ്യവസ്ഥ. മനസ്സിലായല്ലോ? അതായത് ഭരണഘടനയുടെ വിവർത്തനം ഉണ്ടല്ലോ, ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതുപോലെ അതിൻ്റെ എല്ലാ ഭേദഗതികളും അമെൻമെൻറ്റ്സും എല്ലാ ആവശ്യങ്ങൾക്കും ഹിന്ദിയിലുള്ള അതിൻ്റെ ആധികാരിക പാഠമായിട്ട് കണക്കാക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു ഭേദഗതിയിൽ, ആ ഒരു വ്യവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി കുറച്ച് നമ്മളെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് ടേബിൾസും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് 11 ഉണ്ട്. അതിൽ എത്ര സീറ്റുകളായിരുന്നു നമുക്ക് കിട്ടിയത്? 292 സീറ്റുകൾ കിട്ടി. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് മൊത്തത്തിൽ കിട്ടിയ സീറ്റ് എത്രയാണ്? 93. ചീഫ് കമ്മീഷണർ പ്രൊവിൻസസിൽ എത്രയാണ്? 4 കമ്മീഷണർ പ്രൊവിൻസസ് കൂടി 4 389. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇതെന്താണ്? അതിൻ്റെ ഒരു റിസൾട്ട് കൊടുത്തിരിക്കുകയാണ്. റിസൾട്ട് ഓഫ് ദ എലക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ആദ്യം നടന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലോട്ടുള്ള ആ ഒരു എലക്ഷൻ്റെ റിസൾട്ടാണ്. കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു? 208 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന് 73 സീറ്റ് കിട്ടിയെന്നും പറഞ്ഞു, അല്ലേ? ബാക്കിയുള്ള അല്ലറ ചില്ലറ സീറ്റുകളാണ് ആ കൊടുത്തിരിക്കുന്നത്. യൂണിയൻ പാർട്ടി, യൂണിയനിസ്റ്റ് മുസ്ലിംസ്, യൂണിയനിസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ്, കൃഷാക് പ്രജാ പാർട്ടി, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, സിഖ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർക്കെല്ലാം ഇൻഡിപെൻഡൻസ് എല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ 296 സീറ്റ്. അടുത്ത കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി വൈസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്ര ആൾക്കാരുണ്ടെന്നാണ്. ഹിന്ദുസാണ് കൂടുതലെന്ന് പറഞ്ഞു, അല്ലേ? 163 ഹിന്ദുസ് ഉണ്ട്. മുസ്ലിംസ് 80 പേരേ ഉള്ളൂ. ഷെഡ്യൂൾ കാസ്റ്റ് 31, ഇന്ത്യൻ ക്രിസ്ത്യൻസ് 6 പേര്, ബാക്ക്വേർഡ് ട്രൈബ്സ് 6 പേര്, സിഖ് 4 പേര്, ആംഗ്ലോ ഇന്ത്യൻസ്, പസീസ് അതൊക്കെ 3 പേരാണ്. ഓക്കെ, State wise membership of the Constituent Assembly of India as on December 31st, 1947. ഓക്കെ, അത് മൊത്തത്തിൽ ഇന്ത്യൻ പ്രൊവിൻസസിൽ 229 പേര് എവിടെ നിന്നൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ഇന്ത്യൻ സ്റ്റേറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് 70, അതിനകത്ത് നിന്നും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? എത്ര നമ്പേഴ്സ്, എത്ര പേരൊക്കെ? ഇനി നമ്മളെ മലയാളികൾ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിവിഷൻ ക്ലാസ്സസിൽ കവർ ചെയ്യും കേട്ടോ. ഇതിനകത്ത് കൊടുത്തിട്ടില്ലാത്ത അഡീഷണൽ പോയിന്റ്സ് എല്ലാം നമ്മൾ റിവിഷൻ ക്ലാസ്സസിൽ അതിൽ ക്വസ്റ്റ്യൻസിൽ വരുന്നതായിരിക്കും. സോ ആ റിവിഷൻ ക്ലാസ് ആരും കാണാൻ മറക്കരുത്. നമുക്ക് ഇതിനകത്തില്ലാത്ത ഒരുപാട് പോയിന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എത്ര പേരുണ്ടെന്നൊക്കെ. ഇത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, എന്നാലും ജസ്റ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. സെഷൻസ്, അതായത് നിങ്ങളിപ്പം എല്ലാ സെഷൻസും ഡേറ്റ് കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യത്തെ സെക്ഷൻ്റെ ഡേറ്റ് പഠിക്കുക, രണ്ടാമത്തെ സെക്ഷൻ്റെ ഡേറ്റ് പഠിക്കുക, അതുപോലെ തന്നെ അവസാനത്തെ 11th സെക്ഷൻ്റെ ഡേറ്റും. ഓക്കെ, 11th സെക്ഷൻ്റെ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ്റെയും പഠിക്കുക, സെക്കൻഡും പഠിക്കുക, 11th പഠിക്കുക, ബാക്കിയെല്ലാം ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതങ്ങനെ ഇടയ്ക്കുന്ന അധികം ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ടൈം ടേക്കൺ ബൈ ദ ഫ്രെയിമേഴ്സ് ഓഫ് അതർ കോൺസ്റ്റിറ്റ്യൂഷൻ. ബാക്കിയുള്ളത് ഇതും ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. USA എത്ര നാളെടുത്തത്? 4 മാസത്തിൽ കുറവ് ടൈം മാത്രം എടുത്തിട്ടാണ് USA ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് പീരീഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് പഠിച്ചില്ലെങ്കിലും നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്, എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 7 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്ന് പഠിക്കാം. കാനഡ എത്ര സമയം എടുത്തു? 2 വർഷവും 6 മാസവും എടുത്തിട്ടാണ് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 147 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ 9 വർഷമാണ് എടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്ട്രേലിയ എത്ര വർഷം എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? 9 വർഷം എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തം എത്ര ആർട്ടിക്കിൾസ് ആണ്? 128 ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സൗത്ത് ആഫ്രിക്ക 1 വർഷം എടുത്തു. മൊത്തത്തിൽ 153 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു കുറച്ച് ഷോർട്ട് ടൈറ്റിൽസ് ഉണ്ടായിരുന്ന ആ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഷോർട്ട് ടൈറ്റിൽസ് ആർട്ടിക്കിൾസ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ നമ്പർ 393 ഷോർട്ട് ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 394 കമൻസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 394 എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹിന്ദി ലാംഗ്വേജ്, ആ ഒരു ഒതറേറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ലാംഗ്വേജ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റിപ്പീൽസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏതാണ്? 395 ആർട്ടിക്കിളാണ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിനി പ്രിയാമ്പിളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ വന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സലൈൻ ഫീച്ചേഴ്സ് ആയിരിക്കും. അത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിനുശേഷം നമ്മൾ ഓരോ സെക്ഷൻസായിട്ട് കണ്ടിന്യൂ ചെയ്ത് മൊത്തത്തിൽ ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഫുൾ ഐഡിയ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. അതിനകത്തുനിന്ന് വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക്
ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആ ഒരു പേടി ഉണ്ടാവത്തില്ല. എക്സാമിന് ആ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആശ്വാസം ഉണ്ടാവും. അത് നല്ലതുപോലെ പഠിച്ചാൽ മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു പാറ്റേൺ അനുസരിച്ച് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു വരികയാണ്. അതനുസരിച്ച് കറക്റ്റായിട്ട് പാറ്റേണിൽ പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത റിവിഷൻ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.